ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. നിങ്ങളെല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിച്ചോ? അതേ പാറ്റേണിൽ തന്നെ വേണം പഠിക്കാനായിട്ട്. കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ടുള്ളത് ഉണ്ടാവും, ചിലത് ഈസി ആയിട്ടുള്ളത് ഉണ്ടാവും അല്ലേ? അതായത് സിമ്പിൾ ആൻഡ് ഈസി, ചിലത് കുറച്ച് മോഡറേറ്റ്, പിന്നെ കുറച്ചധികം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, ക്വസ്റ്റ്യൻസ് കുറേ പ്രാക്ടീസ് ചെയ്യണം, കുറച്ചധികം ചിന്തിക്കണം അല്ലേ? ഓരോ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഇതെന്താണ്, ഇതെങ്ങനെയാണ് വരുന്നത്, ഇതിനെങ്ങനെ ഈ ആൻസറിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഈ ആൻസർ കിട്ടും, അതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. സൈറ്റോക്രോംസ്. ഓക്കെ, സൈറ്റോക്രോംസ് എന്താ നമുക്കറിയാം. സൈറ്റോക്രോംസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇലക്ട്രോൺ ക്യാരിയേഴ്സ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഓപ്ഷനിൽ എന്തൊക്കെയാണുള്ളത്? ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ഉണ്ട്, ഇലക്ട്രോൺ ഡോണേഴ്സ് ഉണ്ട്, പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ഡോണർ, ഓക്സിജൻ അക്സെപ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് എ അല്ല ഡി അല്ല എന്ന് നമുക്കറിയാം. പിന്നെ നമുക്കൊരു സംശയം, ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണോ ഇലക്ട്രോൺ ഡോണർ ആണോ അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ ക്യാരിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അല്ലേ? ഇലക്ട്രോണിനെ അവർ കൊടുക്കുന്നുണ്ട് അല്ലേ, വാങ്ങുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതാണ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് തീ കേട്ടോ, അതായത് തീ അണക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് പേര് ഇവിടെ നിൽപ്പുണ്ട്, നമുക്ക് പറയാം. കുറച്ച് പേരിങ്ങനെ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, അധികം വരക്കണ്ടല്ലോ. പിന്നെ നമ്മൾ നോക്കുക, നമുക്ക് കുറച്ച് ഒരു വാട്ടർ അല്ലേ, ഒരു ബക്കറ്റ് വെള്ളം. ഓക്കെ, ഈ ബക്കറ്റ് വെള്ളം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇലക്ട്രോണാണ്. ഓക്കെ, അപ്പം നടുക്ക് നിൽക്കുന്ന ആളുകൾ എന്താണ്? ക്യാരിയേഴ്സാണ്. ഓക്കെ, ഇവർ ഈ വെള്ളം, ഫസ്റ്റത്തെ ആൾ ഈ വെള്ളം എടുക്കുന്നു അല്ലേ, അത് കഴിഞ്ഞ ശേഷം അടുത്ത ആൾക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ആൾക്ക് ഈ ഫസ്റ്റത്തെ ആൾ വെള്ളം എടുത്ത് അടുത്ത ആൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇയാളുടെ കയ്യിൽ എന്താ? വെള്ളം ഇല്ല അല്ലേ? അടുത്ത ബക്കറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇയാൾക്ക് എടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ വാട്ടർ. ഓക്കെ, ഇത് ക്യാരിയേഴ്സ്, നമ്മുടെ സൈറ്റോക്രോംസ് ആണ് ഇവരെന്ന് ഓർക്കുക. അവരാണ് ഈ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഡൊണേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ലാസ്റ്റ് എന്താണ്? നമ്മൾ ഈ വെള്ളം ഒഴിച്ച് തീ അങ്ങ് അണയ്ക്കുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ഫസ്റ്റ് വാട്ടർ മേടിക്കണം. ഓക്കെ, അപ്പോൾ ഇയാൾ ഈ ബക്കറ്റ് മേടിച്ചു. അപ്പോൾ മേടിച്ചു എന്ന് പറയുമ്പോൾ ആരാണ്? അക്സെപ്റ്ററാണ്. ഓക്കെ, ഇത് മേടിച്ചു കഴിഞ്ഞ ശേഷം കയ്യിൽ വെക്കാനുള്ളതാണോ? അല്ല. ഈ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങ് അറ്റം വരെ എത്തിക്കണ്ടേ? അത് കഴിഞ്ഞ ശേഷം എന്തായി? ഇത് അടുത്താക്ക് കൊടുത്തു അല്ലേ, അടുത്താക്ക് കൊടുത്തു. ഇയാൾ ഇതാ അടുത്താക്ക് കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം എന്തായി? ഡോണറായി, ഡൊണേറ്റ് ചെയ്തു. ഓക്കെ, മനസ്സിലായോ? അതായത് ഇവർ ക്യാരിയേഴ്സാണ്, അക്സെപ്റ്റ് ചെയ്യുന്നു, ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർ അപ്പുറത്തേക്ക് കൊടുത്തു അല്ലേ, ഈ ബക്കറ്റ് ഓഫ് വാട്ടർ അപ്പുറത്തോട്ട് കൊടുത്തെങ്കിൽ ഇവർ പിന്നെ എന്തായി? ഇവർ റീ ഓക്സിഡൈസ്ഡ് സ്റ്റേജായി. ഓക്കെ, അതായത് അവർക്ക് പിന്നെയും അക്സെപ്റ്റ് ചെയ്യാം എന്ത്? ഇലക്ട്രോൺ. ഓക്കെ, അതായത് ഇവരുടെ ഓക്സിഡൈസ്ഡ് സ്റ്റേജിൽ ഇവർ എന്താകുന്നു? ഇലക്ട്രോണിനെ എടുക്കാം. അപ്പോൾ ഇലക്ട്രോൺ കിട്ടിക്കഴിയുമ്പോൾ ഇവരെന്തായി? റെഡ്യൂസ്ഡ് സ്റ്റേജിലായി. ഓക്കെ, ആ ഇലക്ട്രോൺ അടുത്താക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇവർക്ക് എന്ത് സംഭവിക്കുന്നു? റീ ഓക്സിഡൈസ്ഡ് ആകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ആദ്യം എന്താണ് നമ്മൾ മെയിനായിട്ട് ഇവരെന്താ പറയുന്നത്? ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ്. ഓക്കെ, സൈറ്റോക്രോം ഏതൊക്കെയാണ് നമുക്ക് വരുന്നത്? സൈറ്റോക്രോം ബി ഉണ്ട്, സി ഉണ്ട്, എ ഉണ്ട്, A3 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കൺഫ്യൂഷനാണ് അല്ലേ? നമുക്ക് രണ്ട് ഡ്യൂട്ടി അവരുണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ ചെയ്തേണ്ടത്? ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ്. മനസ്സിലായോ?
ഇതൊക്കെ നമുക്ക് എന്താ നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതൊക്കെ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിനെ പറ്റിയിട്ടൊക്കെയുള്ള നല്ല അല്ലേ നന്നായിട്ട് ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് നമ്മൾ പഠിച്ചത് ഇങ്ങനെയൊക്കെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ എൻവയോൺമെൻറ്റൽ സയൻസിലെ ക്വസ്റ്റ്യൻ ആണ്. ബയോളജിക്കൽ ഡീഗ്രഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഓഫ് സ്ലഡ്ജ് ഒക്യൂഴ്സ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജ്. എന്തൊക്കെയാ? ആദ്യം തന്നെ എന്താ വലിയ വലിയ കോമ്പൗണ്ട്സ് ഒക്കെ എന്താവുന്നു, അവരൊക്കെ ചെറിയ ചെറിയ ആളുകളാവണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്താണ് വരുന്നത്? ഹൈഡ്രോളൈസിസ്. ഓക്കെ, ലാസ്റ്റ് എന്താണ് നമുക്കറിയാം, നമ്മുടെ മീഥേൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താ വരുന്നത്? മെത്തനോജനസിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട്? ബി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എയും സിയും കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ബിയിൽ എന്താ ഓപ്ഷൻ നോക്കിയേ? ഹൈഡ്രോളൈസിസ് ആൻഡ് മെത്തനോജനസിസ്. ഡിയിലോ ഹൈഡ്രോളൈസിസ്, അസിഡോജനസിസ് ആൻഡ് മെത്തനോജനസിസ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള സ്റ്റെപ്പ് എന്തൊക്കെയാ? ഹൈഡ്രോളൈസിസ് കഴിഞ്ഞ ശേഷം എന്താ നടക്കുന്നത്? അസിഡോജനസിസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഹൈഡ്രോളൈസിസ്, സെക്കൻഡ് സ്റ്റെപ്പ് അസിഡോജനസിസ്. ഇത് നമുക്ക് കുറേ അധികം പഠിക്കാനുണ്ട്. ഇനി തേർഡ് എന്താണ്? അസറ്റോജനസിസ്. അസറ്റോജനസിസ്. ഓക്കെ, ഫോർത്താണ് മെത്തനോജനസിസ് വരുന്നത്. അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? ഡി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് JSAയ്ക്കും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ASനും ഉണ്ടായിരുന്നു. രണ്ടിനും കുറച്ച് ഓപ്ഷനിൽ കുറച്ച് ഡിഫറൻസേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് പ്ലാന്റ് ബയോടെക്നോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ഫർ ഓഫ് CGTS. എന്താണ് ഈ CGTS എന്ന് പറയുന്നത്? അതായത് നമ്മുടെ സൈക്ലോഡെക്സ്ട്രിൻ ഗ്ലൂക്കനോട്രാൻസ്ഫറൈസ് ആണ്. ഗ്ലൂക്കനോട്രാൻസ്ഫറൈസ്. ഓക്കെ, അത് നമ്മൾ പൊട്ടറ്റോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ലീഡിങ് ടു ദ പ്രൊഡക്ഷൻ ഓഫ്, ഇത് ആൻസർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഇവിടെ സൈക്ലോഡെക്സ്ട്രിൻ എന്നുള്ള പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അതായത് ഈ CGTS എന്ന് പറയുന്നത് സൈക്ലോഡെക്സ്ട്രിൻ ആണെന്ന് അറിയാമെങ്കിൽ നമുക്ക് എന്താണ് ആൻസർ? ആൽഫ ആൻഡ് ബീറ്റ സൈക്ലോഡെക്സ്ട്രിൻ എന്ന് നമുക്ക് പറയാം അല്ലേ. അതായത് എന്താണ്? പൊട്ടറ്റോ നമുക്കറിയാം, പൊട്ടറ്റോയിൽ സ്റ്റാർച്ച് കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ബയോടെക്നോളജിക്കലി നമ്മൾ എന്ത് ചെയ്യുക? മോഡിഫൈ ചെയ്യുവാണ്. ആ സ്റ്റാർച്ചിനെ നമ്മൾ റെസിസ്റ്റൻ്റ് ഫോമിലേക്ക് കുറച്ചങ്ങ് ആക്കുവാണ്. അതായത് ഈ സൈക്ലോഡെക്സ്ട്രിൻ ആക്കുകയാണ്. അതായത് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താവും? നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് നമുക്ക് കുറയ്ക്കാൻ പറ്റും പൊട്ടറ്റോ. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ കഴിക്കാം അല്ലേ. അതായത് കുറച്ച് അല്ലേ ഡയബറ്റീസൊക്കെ ഉള്ളവർക്കും കഴിക്കാൻ പറ്റിയ പൊട്ടറ്റോ ഒക്കെ അങ്ങനെ നമുക്ക് പറയാം. അതായത് അവരുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയ്ക്കുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സിലബസിലുള്ള അതേപോലെ നമുക്കിപ്പോൾ പ്ലാന്റ് ബയോടെക്നോളജിയിൽ കുറച്ച് ടോപ്പിക്സ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. പക്ഷേ അത് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഏരിയ ആണ് പ്ലാന്റ് ബയോടെക്നോളജി. അപ്പോൾ നമ്മൾ കുറേയൊക്കെ പഠിക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറേ അധികം പഠിച്ചെടുക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി, ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി എന്നൊക്കെ പറയാം. ഇൻ ഇൻഡസ്ട്രിയൽ സ്കെയിൽ എർഗോസ്റ്റിറോൾ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്താ ആൻസർ? നമ്മുടെ സക്കാരോമൈസെറ്റ് സെർവീസ്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി എന്ന് പറയുന്ന ഏരിയയിൽ നമ്മളിങ്ങനെ കുറേ എന്തൊക്കെയാണ് പ്രോഡക്റ്റ്, ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓക്കെ, ഏതിൽ നിന്നുള്ളതാണ് ഇത്? മോളിക്കുലർ ബയോളജി ടെക്നിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? RFLP ഉണ്ട്, PCR ഉണ്ട്, RAPD ഉണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ശരി ഏതൊക്കെയാണ്. RFLP ഈസ് ബേസ്ഡ് ഓൺ പോളിമോർഫിസം. ശരിയാണോ? ശരിയാണ്. കാരണം RFLP എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ, ഫ്രാഗ്മെൻറ്റ് ലെങ്ത്, പോളിമോർഫിസം. ഓക്കെ, അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ, ഫ്രാഗ്മെൻറ്റ് ലെങ്ത്, പോളിമോർഫിസം. ഓക്കെ,
restriction, fragment, length, polymorphism. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് എയും ഓക്കെ ആണ്, ഡിയും ഓക്കെ ആണ്. ഓക്കെ, ബിയും സിയും നമുക്ക് ഇപ്പോഴേ കട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? PCR മോളിക്കുലാർ മാർക്കേഴ്സ് ആർ ചീപ്പാണോ? നല്ല പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അല്ലേ നമുക്ക് മോളിക്കുലാർ ബയോളജി വർക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മോളിക്കുലാർ മാർക്കേഴ്സ് എന്ന് പറയുന്നത്, PCR ബേസ്ഡ് മോളിക്കുലാർ മാർക്കേഴ്സ് എന്ന് പറയുന്നത് ചീപ്പല്ല. ഓക്കെ, RFLPക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് റെസ്ട്രിക്ഷൻ എൻസൈംസ് വേണം. നമുക്കതിന് മുമ്പ് PCR പ്രോഡക്റ്റിൻ്റെ ആയിരിക്കും നമുക്ക് ഈ ഒരു അല്ലേ PCR പ്രോഡക്റ്റിൻ്റെയാണ് നമ്മൾ ഈ റെസ്ട്രിക്ഷൻ ഡൈജഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് PCR ചെയ്യണം അല്ലേ. അപ്പോൾ RAPD ആണെങ്കിലും അത് PCR ബേസ്ഡ് മെത്തേഡാണ്. പ്രൈമർ വേണം. അപ്പോൾ അത് ചീപ്പല്ല. പിന്നെ ഇതിൻ്റെയൊക്കെ റിയേജൻറ്റും കാര്യങ്ങളും ഒക്കെ എന്താണ്, അതൊക്കെ നല്ല കോസ്റ്റ്ലി ആണ്. അപ്പോൾ നമുക്ക് ചീപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, കോസ്റ്റ്ലി. ഇനി ടൈം കൺസ്യൂമിങ് ആണോ? അല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. 1, 2, 3 മണിക്കൂറിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, നമ്മുടെ മൈക്രോബയോളജി പോലെയല്ല. മൈക്രോബയോളജി എന്ന് പറയുമ്പോഴത്തേക്കും 1, 2, 3 ദിവസമൊക്കെ എടുക്കും അല്ലേ. നമ്മളിപ്പോൾ സ്ട്രീക്ക് ചെയ്തു, പിറ്റേ ദിവസം ഗ്രോത്ത് വന്നു, അത് കഴിഞ്ഞ ശേഷം പിന്നെ അതിൽ നിന്നുള്ള അനലൈസിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. നമുക്കിപ്പോൾ DNA എന്താണ് നമ്മുടെ സാമ്പിൾ എന്ന് വെച്ചാൽ അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് RAPD എന്ന് പറയുന്നത് PCR ബേസ്ഡ് മെത്തേഡാണ്. RAPD എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഫുൾ ഫോം നമുക്ക് എഴുതാം. RAPD എന്ന് പറയുന്നത് റാൻഡം ആംപ്ലിഫൈഡ് പോളിമോർഫിക് DNA. എന്താണ്? റാൻഡം ആംപ്ലിഫൈഡ് പോളിമോർഫിക് DNA. ഓക്കെ, അപ്പോൾ 3യും കറക്റ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് അല്ലേ 3 കറക്റ്റാണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് അടുത്തത് നോക്കേണ്ട ആവശ്യമില്ല. ആൻസർ എന്താണ്? ഡി എന്ന് കിട്ടി. കാരണം നമുക്ക് 1ഉം ശരിയാണ്, 3യും ശരിയാണ്. ഓക്കെ, ഇനി 4th നമുക്കൊന്ന് നോക്കാം. PCR ഈസ് നോട്ട് നീഡഡ് ഫോർ DAF. എന്താണ് DAF എന്ന് പറയുന്നത്? DAF എന്ന് പറയുന്നത് അതായത് വേറൊന്നുമില്ല. എന്താണ്? D സ്റ്റാൻഡ് ഫോർ DNA. ഓക്കെ, A എന്താണ്? ആംപ്ലിഫൈഡ്, DNA ആംപ്ലിഫൈഡ്. F എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റ്. ഓക്കെ, അതാണ് അവർ ഇവിടെ BAF എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അതിനും PCR ആവശ്യമുണ്ട്. അപ്പോൾ ആ സെൻറ്റൻസ് തെറ്റാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായി 1 and 3 ആണ് ആൻസർ എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ മൈക്രോബയോളജിയിൽ നിന്നാണ്. മക്കോങ്കി അഗർ എന്താണെന്ന്. ഓക്കെ, സെലക്റ്റീവാണ്, കറക്റ്റാണ്. ഓക്കെ, ഓൺലി കൾട്ടിവേറ്റ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ സ്പീഷ്യസ്. ശരിയാണ്, കാരണം അവർ ഗ്രാം പോസിറ്റീവിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും. അതിൽ ബൈൽ സോൾട്ട് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി സി ശരിയാണോ? ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ടേൺ റെഡ് ഓർ പിങ്ക് ഓൺ മക്കോങ്കി അഗർ. മക്കോങ്കി അഗർ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആണോ നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആണെങ്കിൽ അവിടെ പിന്നെ എന്തായി? അവർ ആസിഡൊക്കെ ഉണ്ടായി, അവിടെ pH ഒക്കെ എന്താകുന്നു? ലോ ആകുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ഇവിടെ ഒരു എന്താണ് നമ്മുടെ സ്റ്റെയിൻ ഉണ്ടല്ലോ, എന്താണ്? ന്യൂട്രൽ റെഡ് അബ്സോർബ് ചെയ്യും ഈ ഒരു ലോ pHൻ്റെ സമയത്ത്. അങ്ങനെ ആ കോളനി നമുക്ക് പിങ്ക് എന്നോ അല്ലെങ്കിൽ എന്ത് പറയാം, റെഡ് കളർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ. അപ്പോൾ ആൻസർ എന്താണ്? ഡി, ഓൾ ഓഫ് ദീസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അമിനോ ആസിഡ് വിത്ത് OH സൈഡ് ചെയിൻ. അതിലെന്താ? നമുക്ക് ആദ്യം തന്നെ അറിയാം, സെറിനും ത്രിയോണിനും ആണ് നമ്മുടെ OH സൈഡ് ചെയിൻ ഉള്ളത്. ആസ്പാർട്ടിക് ആസിഡ് ആണെങ്കിൽ എന്താണ്? അവർക്കൊരു COH ഗ്രൂപ്പ് ഉണ്ട്. ഗ്ലൈസിൻ ആണെങ്കിൽ എന്താണ്? സിമ്പിൾ അമിനോ ആസിഡ്. അലാനിൻ ആണെങ്കിൽ അവിടെ നമുക്ക് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ആസ്പാർട്ടിക് ആസിഡിൽ 2 COH ആണ്. ഒരെണ്ണം നമുക്ക് കോമൺ ആയിട്ടുള്ളതും അടുത്തത് എക്സ്ട്രാ അല്ലേ, അത് ആസിഡ് ആവുന്നത്, ആസ്പാർട്ടിക് ആസിഡ്. അപ്പോൾ OH സൈഡ് ചെയിൻ ഉള്ളത് സെറിൻ, ത്രിയോണൈൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ അമിനോ ആസിഡ് ഉണ്ട്. അതിൽ ഓരോരുത്തരുടെയും പ്രത്യേകതകൾ പഠിച്ചോളണം. ഏതാണ് സൈഡ് ചെയിനും ഏതാണ് അതിലെ സ്പെസിഫിക് ഗ്രൂപ്പൊക്കെ ഏതാണെന്ന് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻകംപ്ലീറ്റ് ആൻറ്റിജൻ. ഏതാണ് ഇൻകംപ്ലീറ്റ്
ആൻറ്റിജൻ എന്ന് പറയുന്നത്. മൈറ്റോജൻ എന്ന് പറയുന്നത് എന്താണ്? മൈറ്റോസിസ് പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസ് ആണ് മൈറ്റോജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതല്ല, അതായത് മൈറ്റോസിസ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇനി എപ്പിടോപ്പ് എന്ന് പറയുന്നത് എന്താണ്? എപ്പിടോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റിജനിലുള്ള ബൈൻഡിങ് സൈറ്റ്, അതായത് ബൈൻഡിങ് സൈറ്റ്, ആൻറ്റിജനിലുള്ള ബൈൻഡിങ് സൈറ്റ്, അതായത് ആൻറ്റിബോഡിയിലുള്ളതല്ല, നമ്മുടെ ആൻറ്റിജനിലുള്ള ബൈൻഡിങ് സൈറ്റ്. ഓക്കെ, അതാണ് എപ്പിടോപ്പ് എന്ന് പറയുന്നത്. ഇനി ഹാപ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് സ്മോൾ മോളിക്യൂൾസ് ആണ്. എപ്പോഴാണ് അവർ ഇമ്മ്യൂണോജനിക് ആകുന്നത്? വേറെ ചില പ്രോട്ടീൻസ് ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർ ഇമ്മ്യൂണോജനിക് ആകുന്നത്, അതായത് അവർ ആൻറ്റിജനെ പോലെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് ഇൻകംപ്ലീറ്റ് ആൻറ്റിജൻ എന്ന് പറയുന്നത്, ഹാപ്റ്റൻസ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പെനിസിലിനൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പെനിസിലിൻ ചിലപ്പോൾ നമ്മുടെ സെറത്തിലുള്ള പ്രോട്ടീൻസൊക്കെ ആയിട്ട് ചേർന്ന് എന്താവും? അലർജിക്കാണ്. അപ്പോൾ പെനിസിലിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻകംപ്ലീറ്റ് ആൻറ്റിജൻ ആണ്, അതായത് ഒരു ഹാപ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ ഇൻകംപ്ലീറ്റ് ആൻറ്റിജൻ ആണ് ഹാപ്റ്റൻസ്. അപ്പോൾ അതായത് അവർ ഇമ്മ്യൂണോജനിക് ആകുന്നെങ്കിൽ എപ്പോഴാണ്? ഒരു കാരിയർ പ്രോട്ടീനും കൂടെ ചേരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹാപ്റ്റൻസ് എന്താകുന്നു? ഇമ്മ്യൂണോജനിക് ആകുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് ടെക്നിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ എന്താണത്? നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. എക്സ്റേ ഡിഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞാൽ തീരില്ല. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആക്ട് ആസ് ആൻ അറ്റോമിക് മൈക്രോസ്കോപ്പ്, ശരിയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. നോൺ ഡിസ്ട്രക്റ്റീവ് ടെക്നിക്സ് ആണ്. ഓക്കെ, അതായത് നോൺ ഡിസ്ട്രക്റ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ ഡാമേജ് ആകുന്നില്ല, ആ സാമ്പിൾ നമുക്ക് വേറെ എന്തെങ്കിലും അനാലിസിസ് ചെയ്യാനും ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ ചിലതൊക്കെ ആണെങ്കിൽ എന്താ, സാമ്പിൾ ഡാമേജ് ആകും, പിന്നെ നമുക്കത് ഫർദർ പ്രോസസ്സിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ടു ഡിറ്റർമിൻ ദ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഓഫ് ക്രിസ്റ്റൽസ്, അതിന് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ്. ഓക്കെ, എക്സ്റേ ഡിഫ്രാക്ഷൻ. ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ പ്രാക്ടീസ് ചെയ്യണം. ഇടയ്ക്ക് സൈപ്രോയിൽ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെയും കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നേരത്തെ പഠിച്ച് തുടങ്ങാം. ഓക്കെ, നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനാണെങ്കിൽ നമ്പർ 9048900024 കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.